വാരണാസിയിൽ 23 പേർ ചേർന്ന് 19-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രധാനമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയതിനിടയിലായിരുന്നു മോദിയുടെ പ്രതികരണം. വാരണാസിയിൽ വിമാനം ഇറങ്ങിയുടൻ തന്നെ പോലീസ് കമ്മീഷണർ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ഉത്തർപ്രദേശിൽ 12ാം ക്ലാസ്സുകാരിയെ 20-ലധികം പേർ ചേർന്ന് 7 ദിവസം കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വാരണാസിയിൽ മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെയാണ് പെൺകുട്ടിയെ സംഘം പീഡിപ്പിച്ചത്. ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി ബോധം കെടുത്തിയായിരുന്നു ക്രൂരത. സംഭവത്തിൽ 23 പേർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 9 പേരെ അറസ്റ്റ് ചെയ്തു. മാർച്ച് 29-നാണ് പെൺകുട്ടിയെ കാണാതാവുന്നത്. സുഹൃത്തിനൊപ്പം വാരണാസിയിലെ പിശാച് മോചൻ എന്ന സ്ഥലത്തെ ബാറിൽ പോയതായിരുന്നു പെൺകുട്ടി. ഇവിടെ നിന്ന് പ്രതികൾ കുട്ടിക്ക് ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തുകയും വിവിധ ഹോട്ടലുകളിലെത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. പ്രതികളിൽ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടവരും മുൻ സുഹൃത്തുക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനിടെ വാരണാസിയിൽ 3880 കോടി രൂപയുടെ 44 പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 130 കുടിവെള്ള പദ്ധതികൾ, 100 പുതിയ അങ്കണവാടി കേന്ദ്രങ്ങൾ, 356 ലൈബ്രറികൾ, പിദ്രയിലെ ഒരു പോളിടെക്നിക് കോളേജ്, ഒരു സർക്കാർ ഡിഗ്രി കോളേജ് എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ ഉദ്ഘാടനങ്ങളാണ് കഴിഞ്ഞത്. ഗ്രാമവികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതെന്ന് വാരണാസി ഡിവിഷണൽ കമ്മീഷണർ കൗശൽ രാജ് ശർമ്മ പറഞ്ഞു. രാംനഗറിലെ പോലീസ് ലൈനിലും പോലീസ് ബാരക്കുകളിലും ഒരു ട്രാൻസിറ്റ് ഹോസ്റ്റലും 4 റൂറൽ റോഡുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.